ഹലോ. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള റെഡ് വെൽവെറ്റ് കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിലേക്കുള്ള ബട്ടർ മിൽക്ക് ആദ്യം റെഡിയാക്കി വെക്കാം. അതിനായിട്ട് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 1/4 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടെ എടുത്തിട്ട് ഇത് 3 തവണയായിട്ട് അരിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കുക. എന്നിട്ടിത് ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് വനില എസൻസും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ബീറ്റ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്കിതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. മുട്ട നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് കേക്കിന് ആവശ്യമായിട്ടുള്ള റെഡ് കളറാണ്, ജെൽ ഫുഡ് കളറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം ചേർത്തിട്ട് കളർ കുറച്ച് കുറവ് തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഞാനിതിൽ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മളിത് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ട് കുത്തി ഇളക്കി കഴിഞ്ഞാൽ നമ്മളെ കേക്ക് ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും അതുപോലെ 1/2 ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കപ്പ് കേക്കിനായിട്ടുള്ള പേപ്പർ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 30 തൊട്ട് 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതാ 35 മിനിറ്റിന് ശേഷം നമ്മളെ കപ്പ് കേക്കെല്ലാം ഇവിടെ കറക്റ്റായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ വിപ്ഡ് ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കപ്പ് കേക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും എടുക്കാം, പക്ഷെ ഞാനിതിന് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതുപോലെ ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കേക്കിൻ്റെ ക്രംസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് 6 കപ്പ് കേക്ക്സ് ആണ് കേട്ടോ കിട്ടുക. ഇതിൽ ബാക്കി വന്ന കുറച്ച് കേക്ക് ബാറ്റർ ഞാൻ വേറൊരു പാത്രത്തിൽ ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാനിപ്പോൾ ഇതിൽ ക്രംസായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കപ്പ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്